കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Welcome to Nolta and Devon Co-Present ഒന്നൊന്ന് രുചി, co-powered by Gold Winner and Sun Tips. Special partner Amion, dairy partner Paishi Milk Products and our interior design partner Psycho Designs. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന് രുചിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ അതിഥിയാണ്. ആ അതിഥിയെ നിങ്ങൾക്കറിയും, സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന മലയാളികളെ ഭക്ഷണമൊക്കെ തേടി പിടിച്ച് കാണിച്ചു തരുന്ന ഒരാളാണ്. മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഫുഡ് ഹണ്ടർ സാബു ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഫുഡ് ഹണ്ടർ സാബു. ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ പരിപാടിക്ക് വിളിച്ചതിന്. സാബുവിനെ കുറിച്ച് എനിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ 4-5 വർഷമായിട്ട് പുള്ളിയുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ട് ഇൻസ്പയർ ആയിട്ടുള്ളതാണ്. വീഡിയോ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ്. റീൽസിലൊക്കെ മില്യൺസ് ഓഫ് വ്യൂസ് ഉള്ള, നിങ്ങളത് പോയി കണ്ട, ഇപ്പം ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളവർ നോക്കുവാണെങ്കിൽ ഫുഡ് ഹണ്ടർ സാബു എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ ചെറിയ കുഞ്ഞ് കടകൾ മുതൽ വലിയ റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, അതേപോലെ നല്ല ഡെസ്റ്റിനേഷൻസ് ഒക്കെ പോയി അത് നല്ല മനോഹരമായ വീഡിയോ, പിന്നീട് അതിൻ്റെ വോയിസ് ഓവർ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു സ്പെഷ്യൽ ഒരു റെസിപ്പി ഇന്ന് നമുക്ക് വേണ്ടി പറയാം. അത് യൂട്യൂബിലൊക്കെ മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ടായിരുന്ന BDF ആണ്. BDF നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബീഫ് ഡ്രൈ ഫ്രൈ. നമുക്ക് ആദ്യം ഈ റെസിപ്പിയിലെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കുക്കറിനകത്താണ് നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് അല്ലേ? അതിനുമുമ്പ് ഞാൻ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, കാരണം വേവിക്കാനായിട്ടിരിക്കുകയാണ്. പ്രഷർ കുക്കറിൽ ഇത് എത്ര വിസിൽ? ഒരു 3 to 4 വിസിൽ മതി. 4 വിസിൽ. അപ്പം ബീഫ് കുക്കറിൽ വേവുന്ന സമയത്ത് എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസും കാര്യങ്ങളും, അതിനകത്ത് കുറേ നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അത് കൂടാണ്ട് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം പണം സമ്പാദിക്കാം, അല്ല പല കാര്യങ്ങളും, നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പല ഗുണങ്ങളും നേടുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ എല്ലാ നേട്ടങ്ങളും കിട്ടിയ ഒരാളെന്ന നിലയിൽ അതിൻ്റെ ഒരു ഉപദേശം എന്താണ് ഈ വ്ളോഗിങ്ങിലേക്ക് വരാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളത്? അല്ല, സിമ്പിളായിട്ട് നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് തുടങ്ങാം. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കും, സബ്ജക്റ്റ് എനിക്ക് എൻ്റെ ഫുഡിൻ്റെ വീഡിയോ തുടങ്ങാൻ താല്പര്യമുണ്ട്, അപ്പോൾ ഞാൻ ഏത് ക്യാമറയാണ് അല്ലെങ്കിൽ എന്താണ് കുറച്ച് കോണ്ടന്റ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ആദ്യം ചെയ്യൂ. നമ്മളിത് എന്തൊരു കാര്യത്തിന് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കണം. അത് വെക്കുന്നതിന് മുന്നേ ഒരുപാട് ഇത് കോംപ്ലക്സ് ആയിട്ട് ആദ്യമേ ഒരാളും പെർഫെക്റ്റ് ആവില്ല. വീഡിയോ ചെയ്താണ് പ്രാക്ടീസ് ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമ്മുടെ മിസ്റ്റേക്ക് എന്താ നമുക്ക് മനസ്സിലാവുള്ളൂ. ബ്ലോഗിങ്ങിലേക്ക് വരാൻ ആദ്യം ഭക്ഷണം കഴിച്ചു തുടങ്ങി, പിന്നീട് അത് ആദ്യം നിങ്ങൾ ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയവരാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, അത് പിന്നെ ഒരു ബ്ലോഗായിട്ട് മാറി. അപ്പോൾ ഈ എക്സ്പ്ലോർ ചെയ്യാൻ പോയതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് ആദ്യ കാലങ്ങളിൽ? ഇപ്പോൾ ഒത്തിരി ഒരു ഫുഡ് ഹണ്ടർ സാബു എന്ന് പറഞ്ഞാൽ തിരിച്ചറിയും ആൾക്കാർ, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല സംഭവമുണ്ട്. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ പോയി പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി പല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. നിങ്ങൾ മലപ്പുറം, പാലക്കാടാണ് അല്ലേ? മലപ്പുറം ബോർഡർ ആയിട്ട് പാലക്കാട് വയ്ക്കുമ്പോൾ പാലക്കാട് എന്ന് പറയും, മണ്ണാർക്കാട് വയ്ക്കുമ്പോൾ മലപ്പുറംകാർ വയ്ക്കുമ്പോൾ മലപ്പുറം. അങ്ങനെയുള്ള ഫുഡ് മെമ്മറീസ് അല്ലെങ്കിൽ ഈ ബ്ലോഗ് ചെയ്യാൻ പോയിട്ടുള്ള നല്ല അനുഭവങ്ങൾ എന്തൊക്കെയാണ്?
ഒത്തിരി അനുഭവങ്ങളുണ്ട്. കാരണം നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരു തവണ ഞാനൊരു ചെറിയൊരു കടയിൽ പോയി, അത് മലപ്പുറത്ത് തന്നെ മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കുഞ്ഞു കടയിൽ പോയി. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ എടുത്ത് എല്ലാം വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഈ എടുക്കുന്ന ആൾക്ക് അവിടുത്തെ കടയുടെ ഓണറിന് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ അങ്ങനെ ഒന്നും അറിയാത്ത ഒരാൾ. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അവർ നമ്മൾ ഭയങ്കര സംശയ ബുദ്ധിയോട് കൂടിയിട്ടാണ് നോക്കുന്നത്, സഹകരിക്കുന്നൊന്നുമില്ല. കുഞ്ഞു കടയാണ്, അത്യാവശ്യം തിരക്കുണ്ട്. അപ്പം പുള്ളി എന്നിട്ട് എന്നോട് ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, നിങ്ങളെന്താ നമ്മൾ ഈ പരിപാടി തുടങ്ങാനുള്ള ഇതുണ്ടോ? കാരണം പുള്ളിക്കൊരു തോന്നൽ വന്നു നമ്മളെന്തോ പുള്ളിയുടെ സീക്രട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി. കാരണം അവർക്ക് അത്രേ അറിയുള്ളൂ, വീഡിയോ എടുക്കുന്നത് നമ്മൾ സൂക്ഷിച്ച് വെക്കാനാന്നുള്ളതുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു അല്ലാതെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒട്ടും പുള്ളി സഹകരിച്ചിരുന്നില്ല നമ്മളോട്. എന്നിട്ട് നമ്മൾ ആ വീഡിയോ ഇട്ടു. ആ വീഡിയോ ഭയങ്കര വൈറലായി. അന്ന് ടിക്ടോക്കൊക്കെ ഉള്ള ടൈമോ ഒത്തിരി റീച്ച് കയറി. അവിടുന്നും ഇവിടുന്നൊക്കെ ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഇതേ പുള്ളി എവിടുന്നൊക്കെ എൻ്റെ നമ്പർ വന്ന ആൾ തേടി പിടിച്ച് വിളിച്ചു, മോനെ എനിക്ക് അറിയില്ലായിരുന്നു, നിങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് പേര്. പുള്ളി പറയാം, ഞാനിങ്ങനെ ഒരു കുഞ്ഞു കടയായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ കുടുംബക്കാർക്ക് വരെ നമ്മുടെ വിലയുണ്ടായിരുന്നില്ല. ഇത് ഈ നാട്ടിലെ ഏറ്റവും പൈസ ഉള്ളവർ വരെ എൻ്റെ കടയിൽ ഈ ബെഞ്ചിൽ വന്നിരുന്ന് കഴിക്കുന്നു, ഇത് വലിയ സന്തോഷം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിച്ചു. നമുക്ക് വെന്തെന്ന് നോക്കി അതെടുക്കാം. നമുക്കിനി അത് ഫ്രൈ ചെയ്യാനുള്ള സംഭവം ചെയ്യാം. എഗ് കൊടുക്കാം. ഓക്കെ, മെയിൻ സാധനമാണ്. അതെ, ഇതാണ് എൻ്റെ മെയിൻ സാധനം. ക്രഷ്ഡ് ചില്ലി കൊടുത്ത് പിന്നെ ഇതിന് പുറമെ നമുക്ക് ആ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി, ഉപ്പ്, പിന്നെ ഇത് വിട്ടുപോയി കുറച്ച് ഗരം മസാല. ഓക്കെ, ഇതിലേക്ക് ഞാൻ അപ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കാം. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവറും നമ്മുടെ മൈദയും കൂടി ഇടും. ഓക്കെ, അപ്പം മറിനേറ്റ് ചെയ്തോളൂ. നമുക്ക് മറിനേറ്റ് ചെയ്തോട്ടെ, കൈ കൊണ്ട് ചെയ്തിട്ട് നമുക്ക് കൈ കഴുകാം. അപ്പോൾ നമുക്ക് നിങ്ങൾ മറിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് 20 മിനിറ്റ്സ് മിനിമം വെക്കണം. സാബുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് ഈ കഴിക്കാൻ പോകുന്നത്? പൊതുവേ നിങ്ങളൊരു ഫുഡിയാണ്, പലയിടത്തും പോയി റിവ്യൂസ് ഒക്കെ ചെയ്യും, നല്ല നല്ല ഭക്ഷണങ്ങൾ കേരള അല്ലെങ്കിൽ ചൈനീസ് അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ റീജിയണലായിട്ടൊക്കെ പോകും. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം ഏതാണ്? എന്നും ഒരു കംഫർട്ട് സോണിൽ എപ്പോഴും കംഫർട്ടായിട്ടിരുന്ന് കഴിക്കണം. അത് ഒബ്വിയസ്ലി നമ്മുടെ നാടൻ ഭക്ഷണം. അതിൽ തന്നെ ഏതാണ് നാടൻ ഭക്ഷണം? അതിന് സീ ഫുഡാണ്. സീ ഫുഡാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അതിൽ പ്രോൺസ് ആണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. കാരണം നമ്മളെന്തായാലും നമ്മൾ ചൈനീസാണ് അറബിക്കാന്ന് പറയുമെങ്കിലും നമ്മുടെ സോൾ ഫുഡ്, നമ്മൾ ജനിച്ച മുതൽ കഴിച്ച് നമ്മുടെ ആ നാക്കിൻ്റെ തുമ്പത്തുള്ള ഭക്ഷണം നമുക്ക് ഏത് സമയത്തും എവിടെ പോയി വന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ട് ഒരു ചോറും നല്ലൊരു മീൻകറിയും കിട്ടുന്ന സുഖം വേറെ എന്ത് ഭക്ഷണം ഇത് മിഷ്ലിന് പോയാലും കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ടും മറിനേറ്റ് ചെയ്ത് പറഞ്ഞ 20 മിനിറ്റും തന്നിട്ടുണ്ട്. എണ്ണയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളർ കുറച്ച് കുറഞ്ഞു പോയി. കാശ്മീരി ചില്ലി ഞാൻ ഇത് കണ്ടപ്പോൾ കളർ ഉണ്ടെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ കാശ്മീരി ചില്ലി ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടാവും. വീട്ടിലാകുമ്പോൾ പിന്നെ അതൊന്നും പ്രശ്നമില്ല. പക്ഷെ റെസ്റ്റോറൻറ്റിലാകുമ്പോൾ അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആ നാച്ചുറൽ കളറിനകത്ത് നമുക്കിപ്പോൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കളറും റെസ്റ്റോറൻറ്റിലൊക്കെ ആ ചില്ലി പൗഡറൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ വെച്ചിട്ടാണ് ആ നിറമൊക്കെ വരുന്നത്. അതെ, അത് കാശ്മീരി ഇട്ട് കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് നല്ല കളർ കിട്ടും. റെസ്റ്റോറൻറ്റ് ഫുഡ് ആകുമ്പോൾ ആളുകൾക്ക് അതിൻ്റെ ഫോട്ടോ എടുത്തിടേണ്ടി വരും. അപ്പോൾ കുറച്ച് അട്രാക്റ്റീവ്. വീട്ടിലാകുമ്പോൾ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വീട്ടിലെ ഉമ്മയുടെ കുക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ല. ഉമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. ഉമ്മ അസാധ്യമായിട്ട് കുക്ക്. ഉമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ഉമ്മയുടെ ബിരിയാണി. എൻ്റെ ജീവിതത്തിൽ എവിടുന്ന് കഴിച്ചതിനേക്കാളും ബെസ്റ്റ് ബിരിയാണി ഉമ്മയുടെ ബിരിയാണി.
കാരണം ഗ്രാൻഡ് ഫാദറിന് ഹോട്ടൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. UAE-ൽ. Okay. അതായത് 19 വർഷം പുള്ളി നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി നാട്ടിൽ വരുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് പൊറോട്ട കഴിച്ചിട്ടുണ്ടാവുക, ബിരിയാണി കഴിച്ചിട്ടുണ്ടാവുക, സമൂസ, ഇതെല്ലാം വീട്ടിൽ തന്നെ നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കും. ഇപ്പൊ ഇതിന്റെ ഇടയിൽ പിന്നെ സാബുവിന്റെ കുറെ വീഡിയോ, ഏറ്റവും വൈറലായാലും എനിക്ക് ഇഷ്ടം മഞ്ജു ചേച്ചിയൊക്കെ ആയിട്ടുള്ള വീഡിയോ. ഇവർ ഫുഡ് ഹണ്ട് വിത്ത് സാബു അല്ലേ, അതിനകത്ത് മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നു, സിതാര ഷെഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ ഒക്കെ എത്രയോ. അപ്പൊ മഞ്ജു ചേച്ചിയായിട്ടുള്ള അനുഭവം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ മഞ്ജു വാര്യരോടെ 1-2 വീഡിയോ കണ്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ രണ്ടൊന്നല്ല, ഒരുപാട്. ലൈക്ക് നമ്മൾ റീൽസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മളൊന്ന് 3 വീഡിയോ ചെയ്തു. മഞ്ജു ചേച്ചി നല്ലൊരു ഫുഡി അല്ലേ, ഭീകര ഫുഡിയാണ്. അതിപ്പോൾ ആ വീഡിയോ, ലാസ്റ്റ് വീഡിയോയിൽ ചേച്ചി പറയുന്നുണ്ട് എൻ്റെ മുമ്പിൽ എല്ലാ ഡിഷും വെച്ചു, എന്നിട്ട് ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ സീ ഫുഡ് എടുക്കുന്ന പറഞ്ഞത്. ഫിഷ് ഏതാ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് സീ ഫുഡ് ഇഷ്ടമുള്ള, ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്നവരാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ആൾ നന്നായിട്ട് സിത്താര ചേച്ചി വേറെ രീതിയിലാണ്. ചേച്ചി ഒന്നും കൂടെ ചേച്ചി ഫുഡാണെങ്കിൽ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് എക്സ്പ്രഷനൊക്കെ ഇട്ട് കഴിക്കുന്ന ഒരാളാണ്. ബീഫ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് അതിന്റെ കളറൊക്കെ മാറി മുരിഞ്ഞു വരുന്നുണ്ട്. നമുക്കതിൽ കറിവേപ്പിലയും പച്ചമുളകും അല്ലേ? കറിവേപ്പിലും പച്ചമുളകും നമ്മൾ പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് പൊട്ടിത്തെറിക്കും. അപ്പൊ അതിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് 2 പച്ചമുളക് കൂടെ ഇട്ടു. കറിവേപ്പില ഇടാം. ഷെഫിന്റെ മെയിൻ ഐറ്റം ആണ് കേട്ടോ ഇത്. PDF റെഡിയായി. ഇതിപ്പോൾ ഒരു റീൽസ് ആയിട്ട് ലൈവായിട്ട് നിങ്ങളത് വോയിസ് ഓവർ ചെയ്യുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെ പറയുമെന്ന് പറഞ്ഞോളൂ. ഞാനും പറയും, നിങ്ങളും പറയും. ബീഫ് കട്ട പീസ്, വലിയ ബീഫ് വേണം. അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ബീഫ് ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് എഗ്ഗ്, കോൺഫ്ലവർ, മൈദ, ചില്ലി ഫ്ലേക്സ്, കാശ്മീരി ചില്ലി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർന്ന് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് 20 മിനിറ്റ് വെക്കണം. സിമ്പിളായിട്ട് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഈസി റെസിപ്പിയാണ്. ഈ ഒരു യാത്രയിൽ ഏതെങ്കിലും ഒരു വിഷമകരമായ അല്ലെങ്കിൽ ഒരു ഫുഡ് വീഡിയോ എടുക്കാൻ പോയി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കുക്ക് ചെയ്തപ്പോൾ പാളിപ്പോയി, എന്തെങ്കിലും അങ്ങനെ ഒരു ട്രാജഡി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആർക്കും ആലോചിക്കാത്ത അങ്ങനെ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ? ട്രാജഡി എന്ന് പറയുകയാണെങ്കിൽ ഒരു മെമ്മറി, ഇപ്പം എൻ്റെ ഏറ്റവും കൂടുതൽ യൂട്യൂബിലൊരു 15 മില്യൺ എന്തോ വ്യൂസ് കയറിയൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ലോക്ക്ഡൗൺ ടൈമിലാണ്. ആദ്യൊരു സ്ഥലം എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോ മനസ്സിലായോ? ആ കല്ല് നിർത്തി വെച്ചിട്ട് മഞ്ജു ചേച്ചി വരെ കണ്ടിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിചയപ്പെടുന്നത് ആ വീഡിയോയിലൊക്കെ കൂടിയൊക്കെ ആയിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ആദ്യം എടുക്കാൻ പോയ സമയത്ത് ഞാൻ ഒരു സ്ഥലം കണ്ടുവച്ചു. എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു ഇന്നെ പോലെ വേണം എന്നുള്ളത്. ഒരു സ്ഥലം കണ്ടുവച്ചു, അവിടെ പോയി നോക്കി. 2ാമത്തെ ദിവസം കുക്ക് ചെയ്യാൻ പോയപ്പോൾ ആളുകൾ സമ്മതിച്ചില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. 3ാമത്തെ ദിവസം നമ്മളവിടെ കുറച്ച് ലോക്കൽ ആളുകളൊക്കെ വിളിച്ച് സെറ്റ് ചെയ്ത് 3ാമത്തെ ദിവസം അവിടെ പോയപ്പോൾ എത്തി ഉടനെ ഭയങ്കര മഴ പെയ്തു. നമ്മൾ കൊണ്ടുപോയി വിറകൊക്കെ നനഞ്ഞു ഒക്കെ വെയിറ്റ് ചെയ്ത്, പിന്നെ പെട്രോൾ അതൊക്കെ വെച്ച് കത്തിച്ച് സെറ്റ് ചെയ്ത് കല്ല് വെച്ചിട്ടായിരുന്നു. അത് ചൂടായി വരുമ്പോഴേക്കും നേരത്തെ പെയ്ത മഴയുടെ ഇതിൽ പുഴയിൽ വെള്ളം, ഒരു പുഴയുടെ സൈഡിലായിരുന്നു കുക്ക് ചെയ്തിരുന്നത്. വീഡിയോ കണ്ടവർക്കറിയാം. മൊത്തം നശിച്ചുപോയി. നമ്മൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളതായിരുന്നു. അടുത്ത ദിവസം വീണ്ടും പോയി അങ്ങനെ അത്ര എഫേർട്ട് എടുത്ത് ചെയ്ത പക്ഷേ ആ വീഡിയോക്ക് റിസൾട്ട് കിട്ടി. ഏറ്റവും കൂടുതൽ നമ്മുടെ വ്യൂസ് കയറിയ 15-16 മില്യൺ യൂട്യൂബിൽ വ്യൂസ് കയറിയ ഒരു വീഡിയോ ആയിരുന്നു. ഒത്തിരി പേര് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്ത്. പിന്നെ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മളായിരുന്നു ഫസ്റ്റ് ഒരു വീഡിയോ ഇവിടെ ചെയ്തത്. അപ്പോൾ നമ്മൾ സഹിച്ചാലും നമുക്കൊരു വിൽ പവർ ഉണ്ടെങ്കിൽ കൈ എത്തിപ്പിടിക്കാൻ പറ്റും. ഇത്രയും മതി. ഇനി എനിക്ക് കാത്തിരിക്കാൻ ക്ഷമയില്ല. കുറേ നേരമായിട്ട് ഇത് കഴിക്കാൻ കഴിച്ചാൽ തണുത്ത്, കാരണം ഈ ഡീപ് ഫ്രൈ ചെയ്ത സാധനം ഒത്തിരി ഒന്ന് കണ്ടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആ ഓയിലിൻ്റെ ഇതൊക്കെ പോകും. നല്ല ക്രിസ്പിയാണ്. കഴിക്കട്ടെ പ്ലീസ്. കളറും കൂടെ ഒന്ന് വേണമായിരുന്നു. ആ വിഷമം ഓക്കെ ആണോ? ഓക്കെ, അടിപൊളിയാണ്. നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ, വീടുകളിലൊന്നും ആരും ഉണ്ടാക്കാറില്ല. കേരളത്തിൽ പോപ്പുലർ ആയിട്ടുള്ള BDF ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. സാബു, അപ്പോൾ എനിക്കറിയാം നല്ല തിരക്കായിരുന്നു. ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് കോഴിക്കോട് നിന്ന് വന്നതാണെന്നറിയാം. അപ്പോൾ വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഡിഷ് ഉണ്ടാക്കി തന്നു, നിങ്ങളുടെ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. അപ്പം വെറും കൈയോടെ നമ്മൾ വിടില്ല, 1-2 ഗിഫ്റ്റ് തരുന്നതായിരിക്കും. സന്തോഷം. ഇത് നോൾട്ടയുടെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കുക്ക് വെയർ ആണ്. ഇത് സാബുവിനല്ല, ഞാൻ ആലോചിക്കുന്ന ഉമ്മയ്ക്കാ. അതായത് ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് തരുന്നത്. ഉമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുക. നമ്മളെ ചുമ്മാ ഒരു മരത്തിന്റെ കയ്യിൽ കൊണ്ടു കൊടുത്ത പോലെ വീട്ടുകളിൽ ഒരു ഹാപ്പി ആയിരിക്കും. തീർന്നിട്ടില്ലേ? ഇല്ല. അമിയന്റെ ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. താങ്ക് യു. അത് കൂടാണ്ട് ഡെവോന്റെ കുറെ സ്പെഷ്യൽ കറി സ്പൈസ് മസാല. താങ്ക് യു. നമസ്കാരം.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന്. പക്ഷേ അതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. മീൻ പീര എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം മീൻ പീരയിൽ സാധാരണ ഈ തെക്കൻ കേരളത്തിലൊക്കെ കുടംപുളി ഇട്ട് വയ്ക്കുന്നവരുണ്ട്, ചിലപ്പോൾ വാളംപുളിയൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇത് നമ്മൾ മാങ്ങയിട്ട ഒരു നെത്തോലി പീരയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിൾ, ഭയങ്കര ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ പ്രത്യേകിച്ച് ഒരു മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ, ഈ മീൻ പീരയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും കഴിക്കാം. അത് പൊടി മത്തി കിട്ടിയാലോ അല്ലെങ്കിൽ ചെറിയ ഏത് മത്സ്യം കിട്ടിയാലോ, അല്ലെങ്കിൽ ഈ നെത്തോലി ആൻചോവീസ് എന്ന് പറയുന്നത് എപ്പോഴും കിട്ടുന്ന, ഏത് സീസണിലും കിട്ടുന്ന മീനാണ്. ഈ ആൻചോവി വെച്ചിട്ട് നമുക്ക് തേങ്ങ മാങ്ങ പീരയാണിത്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് തേങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. തേങ്ങയ്ക്ക് ലേശം ഇതിനകത്ത് ഒരു വേറൊരു ടെക്നിക്ക് എന്ന് വെച്ചാൽ 2 മാങ്ങയും കൂടെ ഒന്ന് ചതച്ച് അതിൻ്റെ ഉള്ളിൽ, അല്ലാതെ നമ്മൾ മാങ്ങ ഇടും. അപ്പോൾ തേങ്ങയുടെ ചതഞ്ഞ് കിട്ടിയാൽ ആ പുളി കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് 2 കഷ്ണം മാങ്ങ ഇടുന്നു. ലേശം മഞ്ഞൾപ്പൊടി, ഒരല്പം വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളിയും മാങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് തേങ്ങ ചമ്മന്തിയുടെ കണക്കൊരു പീരയാണ്. ഇത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ചതച്ചൊന്നും എടുക്കുന്നു. ആ പീര ഉണ്ടാക്കാനാണ് ആദ്യം വേണ്ടത് ഒരു പാൻ ചൂടാക്കണം. പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ലേശം കടുകും ഉലുവയും, കുറച്ച് ഉലുവ എപ്പോഴും നമ്മൾ കടുക് വറുക്കുമ്പോൾ ഒരുപാട് കരിയാൻ പാടില്ല. ഒരു ചുമന്ന നിറമാവുകയാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഫ്ലേവർ വരിക. ഇതിനകത്ത് തന്നെ തീന്ന് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആ ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ചുമന്ന നിറമെത്തും. കരിഞ്ഞു കഴിഞ്ഞാൽ ഈ കറിയുടെ ഒരു കയ്പ്പ് രസമായിരിക്കും വരിക. അപ്പോൾ ഉലുവയുടെ ഏറ്റവും നല്ല ഫ്ലേവർ കിട്ടാൻ ഈ ഒരു റെഡിഷ് കളറിലെത്തുമ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടണം. അത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ആവശ്യാനുസരണം ചെറിയ ഉള്ളി ഇടുക. അതിനോടൊപ്പം നമുക്ക് എരിവിനുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പൊടിയായിട്ടരിഞ്ഞ ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് ഇതിനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ മീനിടാം. ഇത് ചോറൊക്കെ വെക്കാൻ, ഇത് നേരത്തെ പറഞ്ഞല്ലോ, ചോറൊക്കെ വെക്കാൻ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സൈഡ് ഡിഷാണിത്. അപ്പോൾ മീൻ കറി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്ത് കറി ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള പൊടി മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ്. സ്റ്റീം ചെയ്ത് കഴിക്കുകയാണ്, ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് നോൾട്ടയുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് നമുക്കിവിടെ ഉണ്ട്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, 1 ഇയർ വാറൻറ്റി ഉണ്ട്. റൈസൊക്കെ വളരെ വേഗത്തിൽ കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി എക്യുപ്മെൻറ്റ്സാണിത്. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് നെത്തോലി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള നെത്തോലിയോടൊപ്പം തന്നെ കുറച്ച് മാങ്ങാ കഷ്ണങ്ങൾ, ഒട്ടും ഇളക്കാതെ തന്നെ ഒന്ന് നമ്മളിതിനകത്തോട്ട് ആവി വരാൻ വേണ്ടിയിട്ട് നിൽക്കണം. അതിന് ശേഷമാണ് നമ്മൾ അരപ്പിടുന്നത്. അങ്ങനെ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ആവി ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പീര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പീരയും കൂടെ ഇത് സ്റ്റീമിനകത്ത് തന്നെ കുക്കാവും.
നേരത്തെ പറഞ്ഞ പോലെ ഈ ചോറൊക്കെ വെച്ച് കഴിക്കാൻ അടിപൊളിയാണ്. അതിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് പുതിയ നോൾട്ടയുടെ വന്നിരിക്കുന്നത്. നോൾട്ടയുടെ ഹോട്ട് മാസ്റ്റർ റൈസ് പോട്ടാണ്. അപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. വളരെ എളുപ്പത്തിൽ ചോറൊക്കെ വെച്ച് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കേണ്ടവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കിച്ചൺ യൂട്ടൻസിൽസ് വളരെയധികം ഉപകാരപ്രദം ചെയ്യും. വീണ്ടും ജസ്റ്റ് ഒരു 1 മിനിറ്റ് ആവി കയറ്റാനായിട്ട് നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുകയാണ്. ഇത് അങ്ങനെ മീൻ പീര റെഡി ആവുകയാണ് വളരെ വേഗം. കൃത്യമായി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മിസംബ്ലർ റെഡിയാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വേണ്ട തേങ്ങയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ 7 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു കുക്കിങ്ങിന്. അപ്പോൾ ഒരു 7 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരു അമേസിങ് ഡിഷ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് നെത്തോലി ആവാം, അല്ലെങ്കിൽ ചെറിയ മത്തി, ചെറിയ സീസൺ സമയത്ത് മത്തി കിട്ടും, അല്ലെങ്കിൽ ഈവൻ സ്രാവ് വെച്ചുണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ കണവ വെച്ചുണ്ടാക്കാൻ പറ്റും. ഏത് തരം പൊടി ചെറുതായിട്ടുള്ള ഒരുപാട് ഇപ്പോൾ നെയ്മീനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വലിയ ദശയുള്ള മീൻ ഇതിനത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ മീനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഒരു പ്രത്യേക സ്വാദാണ് തേങ്ങയും മാങ്ങയും കൂടെ ചേരുമ്പോൾ. അത് പ്രത്യേകിച്ച് തേങ്ങ ചമ്മന്തി പോലെ ഇങ്ങനെ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മാങ്ങയും കൂടെ ചതച്ച് അതിനകത്ത് അരച്ചിട്ടുണ്ട്. അല്ലാതെ മാങ്ങ ഇതിനകത്ത് കുക്കായിട്ട് അതിൻ്റെ പുളിയും കൂടെ ഇറങ്ങും. അപ്പോൾ ഈ നെത്തോലിക്ക് പ്രത്യേക ഒരു സ്വാദുണ്ട്. നെത്തോലിയുടെ ആ ജ്യൂസ് മൊത്തം ഇതിനകത്ത് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. നിങ്ങൾ കണ്ടു ആ മീനിൻ്റെ ജ്യൂസിനകത്താണ് ഈ ഫിഷ് കുക്കായിരിക്കുന്നത്. അപ്പോൾ ആ ഫുൾ സ്വാദ് തേങ്ങയ്ക്കകത്ത് തേങ്ങയും മാങ്ങയും കടുകും ഉലുവയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ അടിപൊളി